വ്യത്യസ്തമായ അഭിനയ ശൈലി കൊണ്ടും സൗന്ദര്യം കൊണ്ടും മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ഒരു നടിയാണ് കാവ്യ മാധവൻ. ഇന്നും മനസ്സിൽ തിളങ്ങി നിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ സമ്മാനിച്ച കാവ്യ മാധവൻ ഇനിയും ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച് കാണണമെന്നത് തന്നെയാണ് മലയാളികളുടെ ആഗ്രഹം. ബാലതാരമായിട്ട് മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച കാവ്യ മാധവൻ പിന്നീട് സഹനടിയാവുകയും ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിലൂടെ നായികയായിട്ട് ശോഭിക്കുകയുമായിരുന്നു. ബാലതാരമായാണ് കാവ്യ അഭിനയത്തിന് തുടക്കം കുറിക്കുന്നത്. പൂക്കാലം വരവായിരുന്നു ആദ്യത്തെ സിനിമ. ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിൽ കാവ്യ നായികയായിട്ട് തുടക്കം കുറിക്കുകയും ചെയ്തു. ദിലീപ് ആയിരുന്നു ആ ചിത്രത്തിലെ നായകൻ. കരിയറിലെ കാവ്യയുടെ ഏറ്റവും മികച്ച ഓൺ സ്ക്രീൻ ജോഡി ദിലീപ് ആയിരുന്നു. ദിലീപ് നായകനായി എത്തിയ ചന്ദ്രനുദിക്കുന്ന ദിക്കിലേക്ക് ആദ്യം നായികയായിട്ട് കാസ്റ്റ് ചെയ്തിരുന്നത് അന്നത്തെ തിരക്കുള്ള നായികയായ ശാലിനി ആയിരുന്നു. സുന്ദര കില്ലാടി എന്ന ചിത്രത്തിന് ശേഷം താരജോഡി ഒന്നിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും ലാൽ ജോസിന്റെ രണ്ടാമത്തെ സംവിധാന സംരംഭത്തിനുണ്ടായിരുന്നു. എന്നാൽ ശാലിനിയും കുഞ്ചാക്കോ ബോബനെയും പ്രധാന വേഷത്തിൽ അണിനിരത്തി കമൽ സംവിധാനം ചെയ്ത നിറം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തീരാത്തതിനെ തുടർന്നാണ് ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ നിന്ന് നടിക്ക് അവസാന നിമിഷം പിന്മാറേണ്ടി വന്നത്. നായികയില്ലാതെ ചിത്രം പ്രതിസന്ധിയിലായതോടെ ലാൽ ജോസ് നായകനും അടുത്ത സുഹൃത്തുമായ ദിലീപിന്റെ വീട്ടിൽ പോയി ഈ ഒരു വിഷയം ചർച്ച ചെയ്തു. അന്ന് നടന്റെ ഭാര്യയായിരുന്നു മഞ്ജു വാര്യരും അവിടെ ഉണ്ടായിരുന്നു. പുതിയ ആരെങ്കിലും കൊണ്ടുവരൂ എന്ന് മഞ്ജു നിർദ്ദേശിച്ചു. അതിന് പിന്നാലെ കാവ്യ മാധവൻ എന്ന പേരാണ് നടി മുന്നോട്ട് വെച്ചതും. ലാൽ ജോസിനും ദിലീപിനും മഞ്ജുവിന് കാവ്യ നേരത്തെ തന്നെ അറിയാമായിരുന്നു. എന്നാൽ അന്ന് വെറും 14 വയസ്സ് പ്രായമുണ്ടായിരുന്ന കാവ്യയുടെ സ്ക്രീനിൽ വളരെ ചെറുപ്പമായി തോന്നുമോ എന്നുള്ള ആശങ്ക ലാൽ ജോസിനും ഉണ്ടായിരുന്നു. എന്നാൽ ചുരിദാർ ധരിച്ചാൽ കാവ്യയ്ക്ക് പ്രായപൂർത്തിയായതുപോലെ തോന്നുമെന്നും ആ കുട്ടി വളരെ നല്ല ഓപ്ഷനാണ് എന്നാണ് അന്ന് മഞ്ജു ഉറപ്പ് നൽകിയത്. അങ്ങനെയാണ് കാവ്യ മാധവൻ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിലെ നായികയായിട്ട് എത്തിയത്. കാവ്യ മാധവൻ എന്ന നടിയെ മലയാള സിനിമയിലെ ഏറ്റവും തിരക്കുള്ള നായികമാരിൽ ഒരാളാക്കിയ സിനിമയാണ് ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ. ദിലീപിനും കാവ്യയ്ക്കുമൊപ്പം ബിജു മേനനും അന്നത്തെ പ്രശസ്ത നടിയും ബിജുവിന്റെ ഭാര്യയും മഞ്ജുവിന്റെ ഉറ്റ സുഹൃത്തുമായ സംയുക്ത വർമ്മയും നടനും സംവിധായകനുമായ ലാലുമായിരുന്നു ചിത്രത്തിലെ പ്രധാന വേഷങ്ങളിൽ എത്തിയത്. യാതൊരു ഹെൽപ്പുമില്ലാതെ തിയേറ്ററിൽ എത്തിയ ആ ഒരു ചിത്രം അക്കാലത്തെ അപ്രതീക്ഷിത ഹിറ്റുകളിൽ ഒന്നായിട്ട് മാറി. വിദ്യാസാഗർ ചിട്ടപ്പെടുത്തിയ എസ് രമേശൻ നായർ വരികൾ എഴുതിയ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിലെ ഗാനങ്ങൾ ഇന്നും മലയാള സിനിമ പ്രേക്ഷകർക്കിടയിൽ സംഗീത പ്രേക്ഷകർക്കിടയിലും വളരെ പ്രസിദ്ധമാണ്. ട്രെയിനിലെ പ്രണയം ജീവിതത്തിലേക്ക് പകർത്തിയവരാണ് ദിലീപും കാവ്യ മാധവനും. ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ തുടങ്ങിയ കൂട്ടുകെട്ട് പിന്നെയും വരെ തുടരുകയായിരുന്നു. ഇരുവരും ഒരുമിച്ചെത്തിയ സിനിമകളിൽ മിക്കവയും സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു. വിവാഹമോചന ശേഷം ദിലീപ് കാവ്യയുമായി പ്രണയത്തിലായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. അക്കാലത്ത് ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന താര ജോഡികളുകൂടിയായിരുന്നു ദിലീപും കാവ്യയും. മീനാക്ഷിയായിരുന്നു ദിലീപിനെ 2ാം വിവാഹത്തിനായി നിർബന്ധിച്ചതും. അതുപോലെ എന്റെ പേരിൽ ബലിയാടായ കാവ്യ മാധവനെ വിവാഹം ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു എന്നായിരുന്നു ദിലീപ് അന്ന് പറഞ്ഞതും. മീനാക്ഷിക്കും കാവ്യയെ നേരത്തെ തന്നെ അറിയാമായിരുന്നു. കാവ്യയ്ക്കും മീനാക്ഷിയും അറിയാം. അതൊക്കെ പരിഗണിച്ചായിരുന്നു താൻ വിവാഹത്തിന് തയ്യാറായതെന്നാണ് അന്ന് ദിലീപ് പറഞ്ഞത്. 2016 നവംബർ 25-നായിരുന്നു ദിലീപും കാവ്യ മാധവന് വിവാഹിതരായത്. വിവാഹത്തോടെ കാവ്യ മാധവൻ അഭിനയത്തിൽ നിന്നും ഇടവേള എടുക്കുകയായിരുന്നു. എന്നാണ് ഇനി തിരിച്ചു വരുന്നതെന്നുള്ള ചോദ്യങ്ങളുമായാണ് ആരാധകരും എത്താറുള്ളത്. ദിലീപിനോടും ഇതേ ചോദ്യം അവർ ആവർത്തിച്ചിരുന്നു. അക്കാര്യത്തിൽ കാവ്യ മാധവൻ തന്നെയാണ് തീരുമാനമെടുക്കേണ്ടതെന്നും ഭാര്യ അഭിനയിക്കുന്നതിൽ തനിക്ക് വിരോധമില്ല എന്നുമായിരുന്നു താരം പറഞ്ഞത്. തന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾക്ക് കാവ്യ മാധവൻ ഉത്തരവാദിയല്ല എന്ന് പിന്നീട് ദിലീപ് തുറന്നു പറയുകയും ചെയ്തിരുന്നു. കാവ്യ കാരണമാണ് താനും മഞ്ജുവുമായിട്ടുള്ള വിവാഹമോചനം നേടിയതെന്നുള്ള വാർത്തയും തെറ്റാണ്. ഞാനും മഞ്ജുവും തമ്മിൽ വേർപിരിയാൻ മറ്റു പല കാരണങ്ങളുണ്ട്. അതിനുശേഷം താൻ ഒട്ടേറെ സമ്മർദ്ദം അനുഭവിച്ചുവെന്നും അതുപോലെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും നിർബന്ധപ്രകാരമാണ് പിന്നീട് കാവ്യയെ വിവാഹം ചെയ്തു എന്നൊക്കെയാണ് ദിലീപ് അന്ന് പറഞ്ഞത്. വഴക്കിട്ടവരും പരിഭവം കാണിച്ചവരൊന്നും ആരും ഒപ്പം ഉണ്ടായിരുന്നില്ല. പ്രായപൂർത്തിയായ മകൾ വളർന്നു വരുന്നതിൽ ഉത്കണ്ഠ ഒരു വശത്ത്. അച്ഛൻ എപ്പോഴാണ് വീട്ടിൽ വരുന്നതെന്നുള്ള ചോദ്യം മകൾ മീനാക്ഷിയിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അതിനെ വല്ലാതെ വേദനിപ്പിച്ചു. എന്റെ മീനൂട്ടിയുടെ ആ ഒരു ചോദ്യം കേട്ടുകൊണ്ട് എന്നും ഷൂട്ടിങ്ങിന് പോകുന്ന തനിക്ക് ഒരു സമാധാനവും ഇല്ലായിരുന്നു. 3.5 വർഷം താനും മകളും മാത്രമുള്ള ജീവിതമായിരുന്നു. 2 വർഷത്തോളം അവരുടെ വീട് ഉപേക്ഷിച്ച് വീട്ടിൽ വന്നു നിന്നിരുന്നു. എനിക്ക് വേണ്ടി പലരും ബുദ്ധിമുട്ടുന്നത് പ്രയാസമുണ്ടാക്കി. ഇനിയൊരു കല്യാണം ശരിയാവില്ല എന്നുള്ള ചിന്തയിലായിരുന്നു. പക്ഷെ എല്ലാവരും നിർബന്ധിച്ചപ്പോൾ മകളോടും പറഞ്ഞു. അതേസമയം വിവാഹവും വിവാഹമോചനവുമായി കാവ്യ മറുഭാഗത്തും ഉണ്ടായിരുന്നു. കാവ്യയുടെ വിവാഹ ജീവിതം തകരാൻ കാരണം താനാണെന്ന് പലരും പറഞ്ഞു വരുത്തി. അങ്ങനെ ഞാൻ കാരണം ജീവിതം തകർന്നു നിൽക്കുന്ന ഒരു കുട്ടിക്ക് ഒരു ജീവിതം കൊടുത്തതിൽ എന്താണ് ഇത്ര തെറ്റ്? അവളുടെ വീട്ടുകാർ ആദ്യം ഈ ഒരു ബന്ധത്തിന് സമ്മതിച്ചിരുന്നില്ല. പിന്നീട് എല്ലാവരുടെയും തീരുമാനമായിരുന്നു ആ ഒരു വിവാഹം.
എനിക്കെതിരെ പല രീതിയിൽ അമ്പ ചെയ്യുമ്പോൾ ആളുകൾ വിചാരിച്ചിരുന്നില്ല അവരുടെ വീട്ടിലും അമ്മ പെങ്ങന്മാരുണ്ടെന്ന്. നമ്മൾ ഇങ്ങനെ നശിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കട്ടെ. മഞ്ജു വളരെ കഴിവുള്ള ഒരു അഭിനേത്രിയാണ്. അവരെല്ലായിടത്തും നല്ല രീതിയിൽ പോകണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മഞ്ജു എന്ന് പറയുന്നത് എന്റെ മകൾ മീനാക്ഷിയുടെ അമ്മ കൂടിയാണ്. ആ മാന്യത ഞാൻ കാണിക്കണം എന്നുമായിരുന്നു ദിലീപ് ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത്.